ബോസ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ്. അപ്പൊ ലാലേട്ടന് അവാർഡ് കിട്ടിയതിന്റെ സെലിബ്രേഷനിൽ നിന്നാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എപ്പിസോഡിന്റെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. കുറെ നേരം അത് പോയി. ശരിക്കും കോണ്ടസ്റ്റൻസ് ഒക്കെ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. ലാലേട്ടന്റെ കൂടെ അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഞാൻ സത്യത്തിൽ അതായത് ഞാൻ വായിച്ചത്. കാരണം മൂപ്പര് മുന്നിൽ വന്ന് നിന്ന് നിൽക്കണവരും പറയണവരും ഒക്കെ മൂപ്പര് ഇപ്പൊ നമ്മളെ അടുത്ത് തന്നെ നമ്മളൊരാള് വന്നിട്ട് എന്നോട് ഭയങ്കര പ്രശ്നം. അത് ഇന്റെ ഒരു നല്ലത് പറഞ്ഞിട്ട് രണ്ടെണ്ണം പറയുമ്പോഴത്തേക്ക് ഞാൻ ആകെ ചൂടും. എന്താ ഞാൻ റിപ്ലൈ കൊടുക്കണ്ടേ? കൊറേ കാലങ്ങളായിട്ട് അത് കേട്ടോണ്ട് മാത്രല്ലേ കേൾക്കണ്ടുള്ളൂ. അതുകൊണ്ടായിരിക്കാം പുറത്ത് ഇപ്പൊ എത്ര ഹേറ്റേഴ്സ് എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ടന്റെ മുന്നിൽ വന്നിട്ട് ആരും ഒന്നും പറയില്ലല്ലോ. അതെ. അപ്പൊ അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിരുന്നു. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിനകത്തുള്ള കാര്യങ്ങൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. വെച്ചുള്ള അനുഭവങ്ങൾ ഇത് കഴിഞ്ഞിട്ടല്ലേ മോളെ ഈ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച എങ്ങോട്ട് മുന്നോട്ട് പോണത്? ഈ എല്ലാ എപ്പിസോഡും കണ്ടു കഴിഞ്ഞാൽ കൂറ വർത്താനം പറയും റിവ്യൂല് ഇരുന്നിട്ട് ഒന്നും കാണാത്തവരെ പോലെ. ആ വീട്ടിനകത്ത് ആദ്യം ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ കാണിച്ചതിൽ പ്രാങ്കും പരിപാടികളും. എനിക്ക് എന്ന് തന്നെ എന്റെ പ്രശ്നം ഇവളെ ഇങ്ങോട്ട് ഇവളെ കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ കാണാം. സ്നേഹിച്ചിനെ വിളിക്കണം, സ്നേഹിച്ചിനെ കമന്റിൽ വേണം തോണ്ടെന്ന് തന്നെ അതിനെ ഒഴിവാക്കാനായിരിക്കും. തോണ്ടടിക്കൂടി ഇന്നെ പറയരുത് ലൈൻ കട്ട് പറയാതെ ഇതിന് വലിയ അപമാനം ഞങ്ങൾക്കില്ല. ഇറങ്ങി പോയിക്കോണ്ടി. ഇത് അല്ലാതെ അതെ വിറ്റ് ചെയ്യണം. ഇവളെല്ലാരും കൂടി നോമിനേറ്റ് ചെയ്യും. അടുത്ത ആഴ്ച വിറ്റ് ചെയ്യാം. അല്ല ഇപ്രാവശ്യം നമ്മളെ നോമിനേഷൻ അല്ല. അടുത്ത ആഴ്ച ഇവള് വേണോ വേണ്ട. ഇപ്പൊ ഞാൻ അവളെ വോട്ട് ചെയ്തു. ഞാൻ നോമിനേറ്റ് ചെയ്തു. നിങ്ങളോ? ഞാൻ മറ്റേ ഏത് പിള്ളേര്? ഏത് പ്രേക്ഷകര്? നിങ്ങൾക്ക് എന്നെ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് കമന്റ് ബോക്സിൽ ഇങ്ങനെ ഇടണം. ഞങ്ങളെ നോമിനേഷൻ പ്രാവശ്യം സ്നേഹയാണ്. വേണമെങ്കിൽ എന്റെ ഒപ്പം അഭിലാഷ് വേണ്ട, പ്രമീന വയ്ക്കാം. ഉണ്ട് അഭി സ്നേഹി. ആർക്ക് ഏറ്റവും ഞങ്ങൾക്കുണ്ട് ഒരു അഭി. ലക്ഷ്മിമാരാ ബാക്കില്. ഒരേ സ്നേഹയ്ക്ക് ലക്ഷ്മിന്റെ ചായ ഉണ്ട്, അതുകൊണ്ട് വോട്ട് ഉണ്ടാവൊക്കെ പറയണ്ടേ. അപ്പൊ നമ്മള് കാര്യത്തിലേക്ക് വരാം. അങ്ങനെ വീട്ടില് ലാലേട്ടനെ കുറിച്ച് പിന്നെ ആരൊക്കെ എന്തൊക്കെ പറയണം എന്നുള്ള സ്നേഹയുടെ ഇപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച ഐറ്റത്തേക്കാണ് എത്തിയത്. എല്ലാവരും നന്നായിട്ട് മുതലെടുത്തു. ലാലേട്ടനെ കുറിച്ച് പറയാനും ആ മൊമെന്റ് പറയാനും പറഞ്ഞു. ഒരാൾക്ക് കഥ പറയണം, ഒരാൾക്ക് വീട്ടിൽ പോകണം, ഒരാൾക്ക് ക്യാരമിൽ കയറണം, ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം. അങ്ങനെ പല രീതിയിലുള്ള ആഗ്രഹങ്ങളായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമുക്ക് മുതലെടുക്കാൻ തോന്നും. ഞാൻ വാച്ച് ചോദിച്ചിരുന്നു പണ്ടേ, ഒരു വാച്ച് അത് നമുക്ക് തോന്നും അല്ലേ? നമുക്ക് എന്താ പറയാ, അത് തോന്നൂലോ ഓബിയസ്ലി. കാരണം ലാലേട്ടനോട് എന്തെങ്കിലും ചോദിക്കാന്ന് പറയുമ്പോ അങ്ങനെയല്ലേ. ചില സമയത്ത് ഷൂട്ടിന് ഉപയോഗിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉപയോഗിക്കും. അത് കിട്ടിയാലും മതിയല്ലോ, ഒറിജിനൽ കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ എന്താണെങ്കിലും ആരും ചോദിക്കാത്തൊരു കാര്യം മറ്റേ ഇയാള് നൂറ അല്ല, മറ്റേ സാബുമോൻ ചോദിച്ചു. ലാലേട്ടന്റെ മീശ ചോദിച്ചിട്ടുണ്ട്. അതല്ല, നൂറ ചോദിച്ചാൽ അടിപൊളി. അത് അടിപൊളിയായി. അടിപൊളിയായിരുന്നത് സുന്ദരകുട്ടപ്പാന്ന് വിളിച്ചു. അതെ, ഒന്ന് കൊടുക്കും ചെയ്തു മൂപ്പര്. അയ്യോ ഇനി എന്ത് പറയും ചെയ്യാന്നുള്ളത്. പിന്നെ മൂപ്പരായതുകൊണ്ട് ഡിപ്ലോമാറ്റിക് എല്ലാം എങ്ങനെയാണ്. എല്ലാ ഒരാളോടും മൂപ്പര് അല്ല ആർക്കും കമ്മിറ്റ്മെന്റ് കൊടുത്തില്ലല്ലോ. ആകെ ആദിലാനോറേനോടാ പറഞ്ഞേ, ഞാൻ പറഞ്ഞ വാക്കിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീട്ടിലേക്ക് വരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വരാതെ നാളെ മുതൽ ഇനി കഴിഞ്ഞ സീസണിലൊക്കെ ബിഗ് ബോസിലുള്ളവരൊക്കെ വീണ്ടും മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോൾ അടിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഓൾറെഡി റെഡിയാണ്, സെറ്റാണ്. ലാലേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞു എത്തിയിട്ടുണ്ടാവുമ്പോ ഞങ്ങൾ വേണമെങ്കിൽ വരാട്ടോ. ഞങ്ങൾക്ക് ഏറ്റവും ചവിട്ടി പുറത്താക്കി വയ്ക്കോ. അല്ല സായി, നീ ഏത് സീസണിലാ? ആരടാ നീ? ഇത് 6 ആണെങ്കിൽ കയറണ്ട കേട്ടോ. സീസൺ 6 ആണെങ്കിൽ വരാം, ബാക്കി എല്ലാവരും വന്നോളൂ. അപ്പൊ ഇങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ നേരെ കുളത്തിക്കാണ് പോയത്. നമ്മളുടെ അനീഷിനോട് കുളത്തിൽ ചാടാറുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാനൊരു കാര്യം പറയാം, ടാസ്ക് കുളമാക്കിയത് എല്ലാവരും കൂടിയാണ്. ഓക്കെ, എല്ലാവരും കൂടി കുളമാക്കിയൊരു ടാസ്കാണ്. അതിന്റെ ഒരു കംപ്ലീറ്റ് എന്താ പറയാ ഓഡിറ്റ് കൊണ്ടുപോയിട്ട് ഒരു ബാഗേജ് കൊണ്ടുപോയിട്ട് അനീഷിന്റെ തലയിൽ അത് എനിക്കൊരു അത്ര നല്ല കാര്യം മാത്രമല്ല. ഈ സീസണിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എല്ലാ ടാസ്കും കൊളാക്കുക എന്നുള്ളത്. ഫുള്ള് ടാസ്ക് കൊളാക്കും. മൊത്തം ടാസ്ക് കളിപ്പിക്കാതെ ബിഗ് ബോസിന് 7ന്റെ പണി തിരിച്ചു കൊടുക്കുകയാണ് വരെ മെയിൻ പരിപാടി. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, മൊത്തത്തിൽ അനീഷിന്റെ തലയ്ക്ക് ഒപ്പമുള്ള കണ്ടസ്റ്റൻസും കൊണ്ടുപോയി ഇടുന്ന ഒരു പാറ്റേൺ കണ്ടു. അതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം
അനീഷും കൊളാക്കിയിട്ടുണ്ട്, അതിനെയും കൊളാക്കിയിട്ടുണ്ട്, നൂറിയും കൊളാക്കിയിട്ടുണ്ട്. അതിന് കൊളാക്കാത്ത ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ അതിപ്പോ ആരെ പറയാ, ജിഷിൻ ഓക്കെയാണ്. ഇല്ലല്ല, സാബുമാൻ കൊളാക്കി. അനുമോളൊപ്പം നിന്നിട്ട് സ്ട്രോങ് ആയിട്ട് സാധനം പറഞ്ഞിട്ട് പോകാൻ പറ്റുന്ന സാബുമാൻ അത് പറഞ്ഞില്ല. ജിഷിൻ മാത്രമായിരിക്കും അല്ലെ, ജിഷിൻ മാത്രമായിരിക്കും അത്. ലക്ഷ്മി അങ്ങനെ കൊളാക്കാൻ നോക്കിയിട്ടില്ല, ജിഷിൻ കൊളാക്കാൻ നോക്കിയിട്ടില്ല. പിന്നെ പറ കൊളാക്കാൻ നോക്കാത്ത ആൾക്കാര് അത്രല്ലേ ഉള്ളൂ. ബിന്നി ഇല്ലല്ല, കൊളാക്കാൻ നോക്കിയിട്ടില്ല. അങ്ങനെ സീൻ ഉണ്ടാക്കാനുള്ള ഇത് നമ്മൾ കണ്ടിട്ടില്ല. സീൻ ഉണ്ടാക്കാനായിട്ട് ബാക്കി എല്ലാവരും അതിനകത്ത് ഓൾമോസ്റ്റ് ഗ്രൂപ്പിസം കളിച്ചിട്ടും ഇൻഡിവിജ്വൽ കളിച്ചിട്ടും ഒക്കെ എല്ലാവരും കൊളാക്കാൻ വേണ്ടി തന്നെ കളിച്ചൊരു ടാസ്ക് ആയിരുന്നത്. അത് മൊത്തത്തിൽ കൊളാക്കി. അതിനിപ്പോൾ ഇനി 100 എക്സ്പ്ലനേഷൻസ് എല്ലാവരും കൂടി നിന്ന് കൊടുത്തിട്ടും അല്ലെങ്കിൽ എല്ലാം കൂടിയും കൊണ്ടുപോയിട്ട് അനീഷിന്റെ തലയിലോ ആദിലയുടെ തലയിലോ വെച്ച് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ലാലേട്ടൻ ആക്ച്വലി ഇവരോട് ഇത് പറയാനും ചോദിക്കാനുണ്ടായ കാര്യം എന്താ വെച്ചെങ്കിൽ, ഓൾറെഡി അവർക്ക് മറ്റേ ടാസ്ക് കൊടുത്തു. ഇത് മറ്റേ 2 സൈഡിൽ മാറി ഇരുന്നിട്ട് മറ്റേ ഡിബേറ്റ് കൊടുത്തില്ല ടാസ്ക്. ഡിബേറ്റ് ടാസ്കിലെ ടോപ്പിക് തന്നെ അതായിരുന്നു, ഈ ടാസ്ക് കൊളാക്കുന്നതായിരുന്നു മെയിൻ അവർ ഫോക്കസ് ചെയ്തിരുന്നത്. എഗെയിൻ ലാലേട്ടൻ വന്നിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്താ, ഇത് ഡയറക്റ്റ്ലി സ്പൂൺ ഫീഡ് ചെയ്തതല്ല ലാലേട്ടൻ. ഇത് ചോദിച്ചത് അറ്റ്ലീസ്റ്റ് ഇനി അടുത്ത ടാസ്കെങ്കിലും വരുമ്പോ മക്കളെ ഇങ്ങനെ ഫുള്ളാക്കോ, നിങ്ങൾക്ക് ഈ സാധനം വേണ്ടേന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് മൂപ്പര് എന്ത് ചെയ്തു, ലാസ്റ്റ് ഇവർക്കൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിക്കാണ് എന്ത് ചെയ്തത്, ഇമ്മ്യൂണിറ്റീന്റെ സാധനം കൊണ്ടുവന്ന് രണ്ടാമത് വെച്ചേ. അവിടെ എല്ലാരും കൂടി ഗ്രൂപ്പ് കളിച്ചിട്ട് അത് അതിലേക്ക് തന്നെ വെച്ചു കൊടുത്തു. അതായത് ബിഗ് ബോസിന്റെ അപ്പുറത്തെ കളി ബിഗ് ബോസ് കളിച്ചു. അല്ല, അത് ആക്ച്വലി ബിഗ് ബോസ് കളിക്കാനൊരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന് ചിലപ്പോൾ അത് അതിലേക്ക് പോകണമെന്നായിരിക്കില്ല. പിന്നെ ഒരു കാരണം വേണമല്ലോ പറയാൻ. ഇപ്പൊ എല്ലാവരും ഗ്രൂപ്പ് ബിഗ് ബോസിന്റെ ടാർഗറ്റ് ചിലപ്പോൾ വേറൊരാളിലേക്ക് ആയിരിക്കണം. മേ ബി ആ ഒരു എല്ലാരും കൂടി സെലക്ട് ചെയ്താൽ ഇമ്മ്യൂണിറ്റി കൊടുക്കേണ്ടത് 2 പെർസ്പെക്റ്റീവ് കൊടുക്കാം. മനസ്സിലായോ? ബിഗ് ബോസ് ചിന്തിക്കുന്ന ഒരാളിലേക്ക് ആ ഇമ്മ്യൂണിറ്റി പോവാത്തത് ബിഗ് ബോസ് അങ്ങനെയൊക്കെ കളിക്കുന്ന അല്ല, ഇവരെ വെച്ച് അങ്ങനെ കളി നടക്കും. അല്ലാതെ ഇവരെ വെച്ചിട്ട് എന്ത് കളി നടക്കാനാണ്? കാരണം എന്ത് സിമ്പിളാ ശരിക്കും, ഒരാളെ തന്നെ ജയിലിലും കൊണ്ടുപോയിടുക, എന്നിട്ട് അയാളെ തന്നെ അല്ല, അത് പ്രോപ്പർ ആയിട്ടുള്ള സംഗതിയാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. കാരണം ആ ഷാനവാസ് ആദില നോറേന്റെ അടുത്ത് ഹിറ്റ്ലർ മാധവൻകുട്ടിയാണ്. അതേസമയം ആദിലേന്റെയും അനീഷിന്റെയും അടുത്ത് വേതാളാണ്. അല്ല, ഇതാണ് അത് ഷാനവാസിന്റെ ഗെയിമാണ്. അപ്പൊ ഷാനവാസ് അങ്ങനെ വോട്ട് ചെയ്യും, അതിലേക്കേ കൊടുക്കൂ. 100 അതിലേക്കേ കൊടുക്കൂ, പിന്നെ അനുമോൾ അതിലേക്കേ കൊടുക്കും, ബിന്നിയ അതിലേക്കേ കൊടുത്തു. അല്ല, അത് അതിലേക്ക് കൊടുക്കാൻ കാരണം എനിക്ക് ശരിക്കും കറക്റ്റ് മനസ്സിലായില്ല. കാരണം അവിടെ ഗെയിം കളിച്ചെന്ന് വെച്ചിട്ടല്ലേ പറഞ്ഞത്, ടാസ്ക് ഈ ഹോട്ടൽ ടാസ്കിലാണ് കളിച്ചതെന്നുണ്ടെങ്കിൽ പിന്നെ അല്ല, അനുമോളൊക്കെ പറഞ്ഞ എല്ലാം നോക്കണം, എല്ലാം നോക്കിയാൽ അതിലേക്ക് എങ്ങനെയാലും കൊടുക്കൂല. അതിന് അനുമോള് ഇരുത്തം തന്നെ കണ്ടില്ല നിങ്ങള്? അനുമോള് ഒരു കൈ പിടിച്ചതാ ഇങ്ങനെയാണ് സോഫയില് ആദിലേന്റെ ഒപ്പം ഇരിക്കണം, ഫെവിക്കോളിന്റെ പരസ്യം പോലെ. ഞങ്ങള് മറ്റേ ബോണ്ട് ഒന്നാണേന്ന് പറഞ്ഞിട്ട് അതും തന്നെ വ്യക്തമല്ലേ. ഇവരെല്ലാരും ഗിസേലിനെയും ആര്യനെയും പറയുന്നുണ്ട്. എന്നിട്ട് ഇവര് കാണിച്ചു കൂട്ടുന്നെന്താ? അല്ല, ഇവര് കാണിച്ചു കൂട്ടുന്നെന്താ? ഒനിയിലും അഭിലാഷ് സാബുമാൻ ഒരു ടീം, ഷാനവാസ് പിന്നെ എല്ലാ തോണിയിലും കാലിട്ടിക്കൊണ്ട് വലിയ എല്ലാ ടീമിലും ഷാനവാസ് ഉണ്ടെന്ന് പറയും ഓൾമോസ്റ്റ്. ഈ ഗിസേലിന്റെ ആരിന്റെ ഇടയിലും ഉണ്ട് കേട്ടോ ഷാനവാസ് എത്താത്ത സ്ഥലം ഇല്ല എന്നുള്ള ഉറപ്പാ. പക്ഷെ എനിക്ക് തോന്നുന്നു അതും ഒരു ഗെയിമാണ്. എല്ലാരും കൂടെ ഉണ്ട് എന്നാ ഇല്ലാന്ന് വെച്ചല്ല. അല്ലെങ്കിൽ അനീഷ് നിൽക്കണവരെ എവിടെ ഇല്ല. അനീഷിന് ഗെയിം ഉണ്ടല്ലോ, അനീഷ് ഇയാളൊപ്പം നിൽക്കണില്ലേ ഷാനവാസിനൊപ്പം. ഒരു പ്രത്യേകതയില്ല, ആളാണെന്നുണ്ടെങ്കിൽ അതിൽ പെട്ടുപോയതാണ്. സമയത്താണ് പറയുന്നത് കുറവാന്ന്. അല്ലാതെ അതൊക്കെ പോയി. ലാലേട്ടൻ വന്ന് മനസ്സ് ഓപ്പൺ ആക്കാൻ പറഞ്ഞുകൊണ്ടിട്ട് അനീഷ് പാവം മനസ്സിനെ ഓപ്പൺ ആക്കി വിട്ടിട്ടുണ്ട്. അതിലിപ്പോ ഒന്നിനും പെടാതെ എല്ലാരും പറ്റിച്ചടങ്ങുന്ന ഒറ്റ കുറുക്കനേ ഉള്ളൂ. ആരാ പറയാൻ പറ്റുമോ? അല്ല, ഷാനവാസ് പിന്നെ എല്ലാവരും ഉണ്ട്. അതല്ല, നെവിനാണോ ഇതിലെ കാട്ടുകള്ളൻ നെവിനാ. പക്ഷെ അത് ഞങ്ങളെ മനസ്സിലുള്ള കള്ളം തന്നെയാണ് എനിക്ക് തോന്നുന്നു. അല്ല, ഓൻ കള്ളൻ ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഓനെ ശ്രദ്ധിച്ചോങ്ങള്, ഓൻ എല്ലാവരുടെ അടുത്തും ഒരു സാധനം കീപ്പ് ചെയ്ത് എന്നാ ഒറ്റയ്ക്ക് അടിച്ചടിച്ച് പോവാണ്. അല്ല, ആർക്കും നെവിനെ പറയാനും പറ്റുന്നില്ല. അത് ശ്രദ്ധിച്ചില്ല, ആർക്കും നെവിനെ കയറി ഒന്നും പറയാൻ പറ്റാത്ത രീതി. അതായത് നെവിനായിട്ട് ആ സാധനം എടുത്തു. ഏത് ഇന്നെ നിങ്ങൾ ഒഴിവാക്ക്. ഇപ്പൊ ആരും ചോദിച്ചാലും എന്താ പറയാ, അവൻ അങ്ങനെ അവൻ ഒഴിവാക്ക്. ആ ഒഴിവാക്കി ഇപ്പൊ എന്തായി? നെവിൻ അങ്ങനെ ഒറ്റയ്ക്ക് പിന്നെ ഒരു ഒറ്റയ്ക്ക് പോയ ആളുണ്ടാവും. ആരറിയോ? അക്ബർ. ജിസേലിന്റെയും ആര്യന്റെയും കൂടെ ഉണ്ട്. പക്ഷെ ഇന്ന് കൈയോക്കി ജിസേലിന്റെ ആര്യന്റെ ലവ് വിഷയത്തിൽ അത് കഴിഞ്ഞിട്ട് അയാള് നൈസായിട്ട് നിൽക്കുന്നുണ്ട് അവരോട്. പക്ഷെ ഇല്ല, ഗ്രൂപ്പ് ചേർക്കണില്ല. പണ്ടത്തെ പോലെ ആ അപ്പാനി ഉള്ള സമയത്ത് ഉണ്ടായിരുന്ന ഒരു സ്ട്രോങ് ഒന്നും അക്ബറിനില്ല. അക്ബർ ഇപ്പൊ ഞാൻ നോക്കണ സമയത്ത് ഒറ്റയും തെറ്റാണ്. അക്ബർ ആണെങ്കിലും ഇരിക്കും ചുറ്റത്ത്. പിന്നെ ശരിക്കും എന്താ പറയാ, ഇതിപ്പോ അക്ബറിന് അനീഷിന്റെ പോലെ നല്ല അവസരമാണ്. ഒറ്റയ്ക്ക് അക്ബറിന് നല്ല അവസരമാണ്. അക്ബർ ഈ 1-2 ആഴ്ചയായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും എന്തുണ്ട്,
അക്ബർ ഇങ്ങനെ പോവുണ്ട്. ഇനി അടുത്ത ആഴ്ച അക്ബർ എനിക്ക് ഈ അക്ബർ ഭയങ്കര ഫണ്ണും അടിപൊളി ഭയങ്കര ഫണ്ണാണ്. അയാൾ എന്താ അതൊന്നും പുറത്തെടുക്കാത്തത് എനിക്ക് മനസ്സിലാവില്ല. കഥാപ്രസംഗം സർക്കാസ് അടിക്കലേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, അക്ബറിന് ആ ഒരു ഗ്രൂപ്പ് പോയപ്പോഴേ അക്ബറിന് പിന്നെ ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ആര്യനും ഗിസയിലും മാറിപ്പോയി, ബിന്നി മാറിപ്പോയി. എന്താ വെച്ചാൽ ഇങ്ങനെ തന്നെ ഒരു കണക്ക് അനുഭവം ഉണ്ടാവുമല്ലോ. എവിടെയൊക്കെ സർവൈവ് ചെയ്ത് പോകാൻ നമുക്ക് ഒരാളെ. ഞാനൊരു കാര്യം പറയട്ടെ, ഇനി വേറെ രസം പറഞ്ഞാ, ഗ്രൂപ്പ് പാടില്ല എന്നോ ഗ്രൂപ്പ് മോശമാണോ എന്നോ ഞാൻ പറയില്ല. അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ്. ഇന്ന് പാതിലേക്ക് എന്തുകൊണ്ടാ വോട്ട് കിട്ടിയേ? ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടാണ്. നാളെ ഒരു നോമിനേഷൻ വരുന്നു, നമ്മൾ ഫ്രീ ആവണോ? ഗ്രൂപ്പ് വേണം. നമുക്ക് വേറെ ആളെ ഹിറ്റ് ചെയ്യണോ, അടിക്കണോ? ഗ്രൂപ്പ് വേണം. ബിഗ് ബോസിനകത്ത് ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കേൾക്കുമ്പോഴത്തേക്കും ചിലര് അമ്മേ ഗ്രൂപ്പ്, പരാതി പോലെ എല്ലാരും ഒറ്റയ്ക്ക് കളിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന പരിപാടിയാണ്. മനുഷ്യന്മാരല്ലേ അല്ലേ? ഒരു 10 ദിവസം 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരാളെ നമ്മൾ റിയലൈസ് ചെയ്തേ പറ്റൂ, നമുക്ക് ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ. അങ്ങനത്തെ സംഗതി ഉണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട, ഒറ്റയായിട്ട് വന്ന ആരാണ്? അനീഷ് അടക്കപ്പോ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു? അനീഷ് ഒറ്റയ്ക്ക് കളിച്ചപ്പോ എല്ലാരും അനീഷിനെ കുറ്റം പറയാം. പക്ഷെ എന്താ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത വെച്ചാൽ വീട്ടിനുള്ളിൽ ആൾക്കാരില്ലെങ്കിലും പുറത്ത് ജനങ്ങളുണ്ടാവും. പക്ഷെ ഈ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ആരും അവിടെ ഒറ്റയ്ക്ക്, ഞാൻ പറഞ്ഞല്ലോ ആ കള്ളൻ നബി മാത്രം ഇതിനകത്ത് ഒറ്റയ്ക്ക് സെൽഫ് അടിച്ച് പോകുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒറ്റയ്ക്ക് എന്നുള്ള സ്കീമില്ല. പിന്നെ നെവിന് വേറെ സൈഡ് ഉണ്ട്. ഒറ്റ അല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ചെയ്യുന്ന പരിപാടി കൊച്ചുണ്ണീന്റെ പരിപാടിയാണ്. ഫുഡ് കട്ടെടുത്ത് ഷെയർ ചെയ്യും. ഫുഡ് കട്ടെടുത്ത് എനിക്ക് തോന്നുന്നത് ഈ വീട്ടിലുള്ളവരൊക്കെ ഇന്നിപ്പോ മസ്താനിന്റെ ഇന്റർവ്യൂ മസ്താനി പറയുന്നുണ്ട്, രാത്രിയും വിശക്കും, അവിടെ ആകെത്ര റേഷൻ കിട്ടുള്ളൂ. ഇവൻ കട്ടെടുത്ത് ഷെയർ ചെയ്യുന്നോണ്ട് അവർക്കും കിട്ടും. അങ്ങനെ ഇവൻ കട്ടെടുത്ത് വീട്ടിൽ എല്ലാവർക്കും ഷെയർ ചെയ്യണ്ടാവേ. അത് ഗിസയിൽ ആദ്യം കാണിച്ച പരിപാടി. ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞില്ലേ? ജനങ്ങൾക്ക് ഇപ്പൊ ഒരു അരോചകമായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. എന്നും ഒരേ സാധനം. അപ്പൊ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് ഇന്നവിറ്റബിൾ ആണ്. ബിഗ് ബോസ് ഹൗസിനകത്ത് ഗ്രൂപ്പ്സ് വരും. ഓക്കെ, ഒറ്റയ്ക്ക് കളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒറ്റയ്ക്ക് കളിക്കാം. എപ്പറയോ ലാസ്റ്റ് 2 ആഴ്ച ഉള്ളത്, ഫൈനൽ 2 വീക്സ് ഉള്ളപ്പോ ഇല്ല. ഈ സീസണിൽ അങ്ങനെ വിന്നർ ആവും എനിക്ക് തോന്നുന്നില്ല. ഈ സീസണിൽ ഒറ്റയ്ക്ക് ഇപ്പൊ ഞാൻ കുറെ അനീഷ് PR കടന്ന് മെനക്കെട്ട് പണിയെടുക്കുന്നുണ്ട്. അനീഷ് എന്ന് പറഞ്ഞിട്ട് അത്രയും ആൾക്കാരെ എതിർപ്പും സഹിച്ച ആൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ അയാൾക്ക് സപ്പോർട്ട്. ഞാനൊരു കാര്യം പറയാ, അതൊക്കെന്ന് പറഞ്ഞാൽ അനീഷിനുള്ള സപ്പോർട്ടും ഒരാഴ്ച ആ ടാസ്കിന്റെ ഫസ്റ്റ് ദിവസം അത് പൊളിഞ്ഞ് സപ്പോർട്ട് ഷിഫ്റ്റായി. അത് അത്ര ബാലൻസ്ഡ് സാധനം ഒന്നുമല്ല. ഇതുവരെ സീസണിൽ കണ്ട പോലെ ഈ ഒരു 50-60 ദിവസത്തിന്റെ ഇടയിലൊന്നും ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു, ഇപ്പൊ പറഞ്ഞ കഴിഞ്ഞ കൊല്ലമാണെങ്കിൽ അതിന് മുന്നത്തെ കൊല്ലൊക്കെ എടുത്ത് നോക്കിക്കോളി, 1-2 ആൾക്കാർക്ക് ഭയങ്കര ഡോമിനൻസി വന്നിട്ടുണ്ട്. ഈ സീസണിൽ ആർക്കും ഡോമിനൻസ് ഇല്ല. വോട്ടിംഗ് പാറ്റേൺ തന്നെ എടുത്തു നോക്കിയത് നിങ്ങൾക്ക് അറിയാം. ഷാനവാസിന് മാസീവ് വോട്ട് ഉണ്ട്, അനീഷിനുണ്ട്, ആദിലയ്ക്കുണ്ട്, നോറയ്ക്കുണ്ട്, ഈവൻ ലക്ഷ്മിക്ക് വരെ വോട്ട് കയറുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു പാറ്റേണിനകത്ത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, ഭയങ്കര ഡിഫിക്കൽട്ട്. അനുമോള് ഓബിയസ്ലി അനുമോക്ക് ഭയങ്കര വോട്ടുണ്ട്. ഈ സീസണിനകത്ത് ഇപ്പൊ ഈ 10-65 ദിവസമായിട്ടും നമുക്കൊരു രാജാവോ രാജ്ഞിയോ അങ്ങനത്തെ ഒരു എന്താ പറയാ മൊത്തം എല്ലാരും ഗെയിമും തട്ടി മാറ്റി. ഈവൻ PR ആണെങ്കിലും അത്ര സ്ട്രോങ് ആയിട്ടുള്ള സംഗതി ഇല്ല. അതാണ് പോയിന്റ്. ഗെയിം നടക്കണില്ല. ഇവരാരുടെയും എന്ത് കാണുന്നില്ല, ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ കാണുന്നില്ല. അത് ഒരു ദിവസം കണ്ടാ അടുത്ത ദിവസം അവരുടെ വേറെ ഫേസാ കാണുന്നത്. ഇന്ന് അനീഷിനെ ഇഷ്ടപ്പെട്ട നാളെ അനീഷിനെ വെറുക്കണം, ഇന്ന് ആദിലേനെ ഇഷ്ടപ്പെട്ട നാളെ വെറുക്കണം, ഇന്ന് ഷാനവാസിനെ ഇഷ്ടപ്പെട്ട നാളെ വെറുക്കണം. ബിഗ് ബോസ് അങ്ങനെയാണ്, ഭയങ്കര സീനാണിത്. അപ്പൊ ഇതിൽ എനിക്ക് തോന്നുന്നില്ല പെട്ടെന്നൊന്നും നമുക്കൊരു ഡിസൈഡറിൽ എത്താൻ പറ്റും തോന്നുന്നില്ല എനിക്ക്. എന്താണെങ്കിലും ഈ ഒരു സൈഡ് അങ്ങനെ കഴിഞ്ഞു. ഏത് പക്ഷേ നിങ്ങൾക്ക് തോന്നി ഇത്ര ചോദിച്ചാൽ മതിയായിരുന്നു ടാസ്ക് കോളാക്കിയതിനെ കുറിച്ച്? ഇത്ര സംസാരിച്ചാൽ ഇന്നത്തെ ദിവസം ലാലേട്ടൻ നാളെയൊക്കെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്, നാളെ ചോദിക്കാന്നല്ലേ പറഞ്ഞത്. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പിന്നെ സമയത്തിന്റെ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം വേഗം കഴിച്ചിട്ടുണ്ടാവുക. കാരണം ഇത്ര ചോദിച്ചാൽ പോരല്ലേ, ശരിക്കും ഇട്ട് വരട്ടണം ശരിക്കും വരെ. കാരണം ഇതിനിടയിൽ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ടൈം, കാരണം എന്താ വെച്ചാൽ ഇനിയും ഈ കളി കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലോപ്പായി പോകും പരിപാടി. പിന്നെ ടാസ്ക് ഒന്നും അതിൽ ഇപ്പൊ ലാലേട്ടന് വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിക്കാൻ പറ്റാത്ത എന്താ, ടാസ്ക് സക്സസ്ഫുൾ ആവാത്തതാണ്. അപ്പൊ ടാസ്ക് ജയിച്ചു കഴിഞ്ഞാൽ വിന്നറെ കുറച്ച് എങ്ങനെ ജയിച്ചു എന്ന് പറയാം, തോറ്റ ആൾക്കാരോട് ഇനി എന്തൊക്കെ ചെയ്യണം, കുറേ സാധനങ്ങൾ ചോദിക്കാനുള്ള ഒരു കാര്യമാണ്. ഇതുവരെ പേഴ്സണൽ പ്രശ്നങ്ങൾ തീർക്കാനുള്ള നേരെ റിവെഞ്ച്, പേഴ്സണൽ വെണ്ടയ്ക്ക അവരുടെ പുതിയ ടേമാണ് പേഴ്സണൽ വെണ്ടയ്ക്ക. 1 മുതൽ തുടങ്ങിയ പ്രശ്നങ്ങൾ അതിങ്ങനെ വലിച്ചു നീട്ടിയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ ഫുഡിനുള്ള അടി എവിടുന്ന്, അടുക്കളയിൽ നിന്ന്, അതേ ബാത്റൂം വെസലിന്റെ അടി, പിന്നെ അതിനുള്ളത്തെ ഫണ്ട് പോലും അങ്ങനെയാണ്. ആ ഒന്നാമത്തെ ദിവസം അവർ കട്ടെടുക്കലെന്ന് ഇതുണ്ടെങ്കിൽ ഇപ്പോഴും ആ കട്ടെടുക്കലൊക്കെ തന്നെ പരിപാടി ഇപ്പോഴും. അങ്ങനെ ടാസ്ക് കുളമാക്കിയതിനെ കുറിച്ചിട്ട് പ്രാങ്ക് ഉണ്ടായിരുന്നല്ലോ. പ്രാങ്ക് ഞാൻ പറയുന്നില്ല, ബിഗ് ബോസ് ഇത് തന്നെ കാണിച്ചില്ല അവരായിട്ട്. അത് കാണിക്കാൻ പറ്റിയിട്ടുമില്ല. കാരണം കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലായി. അനുമോൾ അത് ആദ്യം കോളാക്കി. അനുമോൾ 500-50,000 ആക്ടിങ് കിട്ടാൻ ലാലേട്ടനായിട്ടൊക്കെ മത്സരിക്കാൻ തുടങ്ങിയതുണ്ട് അഭിനയത്തിൽ.
അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അയ്യോ അതിനിടയിൽ അനുമോൾ വീച്ചെന്ന് ലാലേട്ടനോട് പറഞ്ഞ സാധനല്ലേ ഐ ലവ് യു, എനിക്ക് ക്രിഞ്ചിന്റെ പൊന്നെ എന്തൊരു ക്രിഞ്ചായിരുന്നു അമ്മാതിരി ഐറ്റം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇമ്മ്യൂണിറ്റി കൊടുത്തതിന്റെ സാധനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോണത് എങ്ങോട്ടാണ്? ആര്യൻ ജിസൈൽ. ഈ ആര്യൻ ജിസൈലിന്റെ എന്താ അറിയോ, എല്ലാ സീസണിലും വരുന്ന ഒരു ഐറ്റമാണ്. മനസ്സിലായോ? ഒരു എന്താ പറയുക, ഒരു രണ്ടുപേര് അതിനൊരു സെർട്ടൈൻ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഒന്നും കൊടുക്കാൻ പറ്റാത്ത ഈ സാധനം. അതായത് കഴിഞ്ഞ സീസണിലാണ് ഇതിന്റെ എക്സ്ട്രീം നമ്മൾ കണ്ടത്. അപ്പൊ ഇവരൊക്കെ കഴിഞ്ഞ സീസണൊക്കെ കണ്ടുവന്നപ്പോ മെല്ലെ നൈസായിട്ട് ബിന്നിയാണ് സത്യത്തിൽ ഇത് ഇട്ട് തുടങ്ങിയത്. ഒരു സൈഡിൽ നിന്ന് ബിന്നി ഇട്ടു. ബിന്നി ഇടാനുള്ള ഒരു മെയിൻ റീസൺ ഞാൻ പറയാം. ഇന്ന് ലക്ഷ്മിയെ കൃത്യമായി ഷാനവാസ് പൊക്കി. അതിലൊക്കെ ഇക്ക മിടുക്കനാണ്. മെമ്മറി പവർ ഇയാളെ സംബന്ധിച്ചൊന്ന് പഴയ പ്രശ്നങ്ങളൊക്കെ മായ്ക്കാൻ നോക്കിയത് നൈസായിട്ട്. ഷാനവാസ് എന്താ പറയുക, അതിനകത്ത് പോയ എല്ലാരും മെമ്മറി ലോസ് ആവുക. ഇയാൾക്ക് ഷോർട്ട് മെമ്മറി. ഇയാളെ അനീഷ് കഴിഞ്ഞ ലക്ഷ്മിന്റെ പേര് ഇട്ടിട്ട് മൂപ്പര് പറയുന്നുണ്ട്, മൂപ്പർക്ക് ഇത് മറവി ലക്ഷ്മിന്റെ അടുത്ത് പോയിട്ട് പേര് ഓർമ്മ ഇട്ട് കഴിഞ്ഞിട്ട് എന്റെ അനുമോളാണ് ലക്ഷ്മി എന്നോട് പേര് ഓർമ്മ ഇട്ടില്ല അറിയണം. അങ്ങനെ സീന. അപ്പോ ഇന്നിങ്ങനെ നീച്ചു നിന്നു. അപ്പോ ലാലേട്ടന പിച്ചിങ് അടിപൊളിയായിരുന്നു, അതിന്റെ സ്ക്രിപ്റ്റ് അടിപൊളിയായിരുന്നു. നിങ്ങൾ എന്തോ ഒറ്റയ്ക്ക് 3 കൂടി പറഞ്ഞുള്ള സാധനം അവർക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. അവരുടെ ആ ലവ് ട്രാക്ക്, ലവ് കോംബോനെ കുറിച്ചുള്ള. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ 3 പേര് സംസാരിച്ചപ്പോഴും ഇവരുടെ ഈ ലവ് ട്രാക്ക്, ലവ് കോംബോയില് പറയുന്നത് സഫർ ചെയ്യുന്നത് ആര്യനാണ്. 3 പേരും ഒരു സോഫ്റ്റ് കോർണർ വെക്കുന്നത് ആര്യനോടും ഗിസൈൽ ആര്യനെ യൂസ് ചെയ്യാണെന്നുള്ള രീതിക്കാണ് ഈ 3 പേരും സംസാരിച്ചുള്ളത്. അതിൽ തന്നെ ഇത് ഏറ്റവും വേസ്റ്റ് ആയിട്ട് ഇമ്പാക്ട് വരിക അഭിലാഷിനാണ്. അഭിലാഷ് നാളെ പുറത്താവും എന്നൊക്കെ കേൾവിയൊക്കെ പലതും കേൾക്കുന്നുണ്ട്. നമുക്കൊരു കൺഫർമേഷൻ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അഭിലാഷിന് ഇപ്പൊ ഈ ഒരു ഇമ്പാക്ട് എനിക്ക് വന്ന് പുറത്താവുന്നതോടുകൂടി കുറെ രക്ഷപ്പെട്ടു എന്ന് പറയുള്ളൂ. പുറത്താവുകയാണെങ്കിൽ അഭിലാഷ് രക്ഷപ്പെട്ടു. ഇതേ രീതിയിൽ കളിക്കണമെങ്കിൽ അഭിലാഷ് സത്യം അഭിലാഷ് പുറത്താവുകയാണെന്നുണ്ടെങ്കിൽ അഭിലാഷ് കഴിച്ചില്ലായി. ഇല്ലെങ്കിൽ ഈ ആര്യൻ ഇസേലിന്റെ വാല് പിടിച്ച് നടക്കുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് അഭിലാഷും. അല്ല ആദ്യം എന്താന്ന് പറയാം, ആദ്യം അബീന്റെ വാലായിരുന്നു ഒനീല്. മസ്താനി ഇഷ്യോട് കൂടിയിട്ട് ഒനീല് കേറിയിട്ട് ഒനീലിന്റെ വാലായി അബി. ഇതെന്താ ഇന്നിപ്പോ കണ്ടില്ല, അവര് 3 പേരും ഒരു ബെൽറ്റാ. ഒനീല്, അഭിലാഷ്, സാബുമാൻ. ഇമ്മ്യൂണിറ്റിന്റെ സാധനം വന്നപ്പോ 2 കൂടി ആർക്ക് കൊടുത്ത്? സാബുമാൻ കൊടുത്തു. സാബുമാൻ എടുത്തിട്ട് ഒനീലിന് കൊടുത്തു. ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവിടെ ആര്യനും ഗിസൈലും ആണ് പ്രശ്നം. അല്ല എല്ലാം കുറ്റം പറയും, എന്നിട്ട് പറയും അവരായി അവരുടെ പാടെ അവരെന്താ ചെയ്തോട്ടെ എന്ന് പറയും ചെയ്യും. ലാലേട്ട ഇത് കാണിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അഭിലാഷ് അല്ല അത് ഗിസൈല് പറഞ്ഞിട്ടില്ലേ, അബീന്റെ ഡബിൾ ഫേസ്, അബി ഇത്ര മാന്യതൊക്കെ ചവഞ്ഞിട്ട് രാഷ്ട്രം പൊട്ടി. അബി പോരുകയാണെന്നുണ്ടെങ്കിൽ കഴിച്ചില്ലായി എന്നേ പറയുള്ളൂ. കാരണം ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച അബീനെ വെച്ചാക്കൂ വരും എല്ലാവരും കൂടി. അബി ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ നല്ല പവർഫുള്ളും ഈ രാജാവ് എന്നുള്ള രീതിക്കൊക്കെ വരാൻ പറ്റുന്ന ആളാണ്. നല്ല മാസ് ഡയലോഗ് അടിക്കാൻ പറ്റുന്ന ആളും സ്ട്രോങ് ആയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന. ആദ്യത്തെ ആഴ്ചനെ വന്ന് ലാലേട്ടനെ ഇരുത്തിയില്ല അബീനെ. മുന്നേ നല്ല മനുഷ്യനാവും, മുന്നേ നല്ല കുട്ടി. അടുത്ത ആഴ്ച വന്നിട്ട് മോനെ നീ നല്ല മനുഷ്യൻ. കഴിഞ്ഞ് 2 ആഴ്ചയോടുകൂടി അബി തീർന്നു. അബിന് ചീട്ട്. ലക്ഷ്മി ഒന്നോടുകൂടി മറ്റാള് നല്ല മനുഷ്യനായി. 2 മനുഷ്യന്മാരോട് നല്ലതുകൊണ്ട് മൈൻഡ് ഗെയിമേഴ്സ് ആയി. മൂലക്കിലിരുന്ന് മൈൻഡ് ഗെയിം കളിച്ച. ഇതാണ് മൈൻഡ് ഗെയിം. ഏത് അവർ ലവ് കോംബോ ആണോ, ഒരു ലവ് ട്രാക്ക് ആണോ എന്നാണ് സാധനം ഉണ്ടായിരുന്നത്. എന്താണെങ്കിൽ ഇത് ഭയങ്കര ബോണസ് ആട്ടോ. ആർക്ക്? ലക്ഷ്മിക്കും ഗിസൈലിനും ആര്യനും. ആര്യൻ ചീര ഡയലോഗ് എന്ത് എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഷാനവാസും മറ്റേ അനീഷിനും ഐ ലവ് യു പറയാന്നുണ്ടെങ്കിൽ ഞങ്ങക്ക് പറഞ്ഞ ഒന്നും വേണ്ട. ഇന്ന് ലാലേട്ടൻ അനുമോളോട് ഐ ലവ് യു പറഞ്ഞു. അനുമോള് പറയുമെന്ന് ചോദിച്ചപ്പോ അത്രേ ഉള്ളൂ. അതേ എന്താ വിഷയം? അതിന് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ എന്താ കുഴപ്പം ചോദിച്ചത്? സ്കോറില്ലേ, സ്കോർ ചെയ്ത കൈ പിടിച്ച് പറഞ്ഞത് അടിപൊളി ഡൗൺ ആയതല്ലോ ഒന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെയാണെന്നുണ്ട് പറഞ്ഞു. ആര്യൻ ഉറപ്പിച്ചോ മക്കളെ. ആര്യൻ ഈ പോക്ക് പോവാണെന്നുണ്ടെങ്കിൽ വെറുതെ നടന്ന് കയറും ടോപ്പ് 5. ഇവരൊക്കെ വെറുതെ ഇരിക്കുന്നുള്ളൂ. ആര്യൻ ടോപ്പ് 5 കയറും. കാരണം ആര്യന് കേറി വരുന്നുണ്ട്. ആര്യന്റെ ഗെയിം ഇവരൊക്കെ ഗെയിം താഴ്ന്നാന്ന് വരുമ്പോ ആര്യന് ഓരോ ദിവസം ഗെയിം പൊങ്ങിക്കൊണ്ടിരിക്കുക. ആ റിയാലിറ്റി ബാക്കിയുള്ളവർ മനസ്സിലാക്കിയ കൊള്ളാം. ഇല്ലാന്നുണ്ടെങ്കിൽ പണി പാലും വെള്ളത്തിൽ. അതായത് കപ്പ് മോഹിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അനീഷ്, ഷാനവാസ്, അനുമോള്, നൂറ, അക്ബർ, ഇവരൊക്കെ ഇത് കപ്പ് ഏകദേശം ഇവര് മാത്രമേ ഇവര് ഫാൻസും ഇത് ആഗ്രഹിച്ചിരിക്കുക. 5ന്റെ സമയത്തുണ്ടല്ലോ ഭയങ്കരമായിരിക്കും.
അത് മാത്രല്ല ഇവൻ ആ കൂട്ടത്തിൽ ടാസ്ക് ചെയ്യാൻ ഏറ്റവും ഷാർപ്പാണ്. ഷാർപ്പുള്ള ഒരാളാ. ഫിസിക്കൽ ടാസ്കും ബാക്കി സാധനം വന്ന അജിലിറ്റി വന്നു കഴിഞ്ഞാൽ ചുമ്മാ പിന്നെ സംസാരിക്കാനും അറിയാ കാര്യം. ഇവൻ എന്ത് തൂക്കി പോവും, ടിക്കറ്റ് ഫിനാലിയും തൂക്കി പോവും. അതിനുള്ള ചാൻസ് ഉണ്ട്. ആരും ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട്. അത് ഇവരാരും ശ്രദ്ധിക്കണില്ല. ആരും ഇവർ ആ പൊട്ടങ്കളീന്റെ മുകളിൽ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അബി പോവുകയാണെന്നുണ്ടെങ്കിൽ അധികം വൈകാതെ ഒനിയിലും പോരാൻ ചാൻസ് ഉണ്ട്. കാരണം അബീനെ ചുറ്റിപ്പറ്റിയാണ് ഒനിലിനെ ചുറ്റിപ്പറ്റിയാണ് അബിന്റെയും ഗെയിം. അപ്പൊ സാബുമാനെ പിടിക്കും. സാബുമാന്റെ കൂടെ കൂടി അയാൾക്ക് ഈ പറഞ്ഞിരിക്കൊന്നുമില്ല. അല്ല സാബുമാൻ തുടരും. അല്ല സാബുമാന്റെ അടുത്തിരുന്നാലേ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കലൊന്നും അല്ലല്ല അബി മാത്രമേ പറയുള്ളൂ. സാബുമാൻ പറയുന്ന എനിക്ക് തോന്നുന്നല്ലോ. പിന്നെ ജിഷിൻ പറഞ്ഞതും ഇവരെ കുറിച്ച് അല്ല ജിഷിൻ അവരെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഷിൻ ഒരു കാര്യമുണ്ട്. ജിഷിൻ പുറത്തുനിന്ന് വന്ന ആഴ്ച ഇപ്പൊ ഇവരെല്ലാരും കൂടി അബിയും മറ്റേ ഒനിയിലും കൂടി ജിഷിന്റെ തലയിൽ പോയി കയറും ഡെമോന്റെ പേരും പറഞ്ഞിട്ട്. ആക്ച്വലി വൈൽഡ് കാർഡ് പുറത്തുനിന്ന് വന്ന അവർക്ക് ആ ആദ്യത്തെ ഒരാഴ്ച എന്താ അകത്ത് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. അവരങ്ങനെ പുറത്തുനിന്ന് കണ്ടത് വന്നിട്ട് ആ ഒരാഴ്ച അടിച്ച അടിയിലാണ് ജിഷിന പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലുള്ള എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ ആര് പറഞ്ഞത്, ജിഷിൻ പറഞ്ഞത്. ഇത് ലിറ്ററലി എന്താണ്ടായോ, ഇവർക്ക് ഇവരെ മുഖം സേവ് ചെയ്യണം. ഒനിയിലും അഭിലാഷും പെട്ടപ്പോ കുറെ ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ട് അതിൽ തിരിച്ചധികം റിപ്ലൈ പറയാത്ത അല്ലെങ്കിൽ തിരിച്ചധികം ചൊറിയാത്ത ഒരാളെ തലയിൽ കയറണം. നിവിന്റെ തലയിൽ കയറാൻ പോയി കഴിഞ്ഞാൽ അടങ്ങര കിട്ടും എന്നുള്ളത് നന്നായിട്ട് അറിയാം. നിവിനോട് എന്താ ചോദിച്ചപ്പോ നിവിൻ വേറൊന്നും പറയാതെ ആ പുതപ്പിന്റെ കാര്യമാണ് പിന്നെയും. അല്ല അതെന്താ പറയാ, രണ്ട് ആസ്പെക്ടിൽ എടുക്കാം. ഒന്നില്ലെങ്കിൽ നെവിൻ അത് വല്ല അനുമോക്കിട്ട് ഒരു കൊട്ട് കൊട്ടാൻ നെവിന്റെ ഒരു ചീപ്പ് ഗെയിം, അല്ലെങ്കിൽ നെവിൻ ഉദ്ദേശിച്ചത് അവര് പുതപ്പിനടിയിൽ ഇരുന്നു അതിനെന്തിനു വേറെ അർത്ഥം കണ്ടുപിടിക്കണേ. അപ്പൊ ആരും അവിടെ സാധനം കവർ ചെയ്ത് കണ്ടോ, നീയും സാബുമാനും പുതപ്പിന്റെ അടിയിലിരിക്കുമ്പോ അത് ഒന്നിലേക്ക് അവൻ അങ്ങനെ എടുത്തായിരിക്കാം, നെവിൻ അങ്ങനെ പറഞ്ഞായിരിക്കാം. വേറെ കാര്യം അഭിലാഷിനെയും ഒനിലിനെയും ആക്കാൻ വേണ്ടിട്ട് തന്നെ ആക്കാൻ വേണ്ടിട്ട് ഇതും കൂടി ചേർത്ത് ഇട്ടു. അപ്പൊ അവരെ ആ പേരും പറഞ്ഞിട്ട് സൈഡാക്കാൻ വേണ്ടി. നെവിനോട് ചോദിക്കാനുള്ള ധൈര്യം ഇല്ലാത്ത ഒന്നാമത് ഒനിലിന് നെവിനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആരെയും ഒനിയില് വന്ന ആഴ്ച മുതൽ ഗിസേലിനോട് പ്രേമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടന്ന മുതലാണ് ഈ ഒനിയിൽ അല്ലേ? നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഈ ഗിസേലിന്റെ അടുത്ത് ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കിയാലാണ് ഈ ഒനിയില്. അത് നടക്കണില്ല എന്ന് കണ്ട സമയത്ത് നേരെ കണ്ടം ചാടിയ ഒനിയില് ഇപ്പൊ പുണ്യാണല്ലോ. അതെങ്ങനെ നടക്കും? അതെങ്ങനെ എനിക്കിപ്പോൾ അതൊന്നും ചോദിക്കാൻ അവിടെ ആർക്കും അറിയില്ല. ഇവർക്ക് ഓർമ്മയില്ല ആ സാധനം ചോദിക്കാൻ. വന്ന ആ ടൈമിലല്ലേ, വന്ന ടൈം മുതൽ ഗിസേലിനായിട്ട് ഒരു കോംബോ പിടിക്കാൻ നോക്കിയ ആളാണ് ഇത് ഈ മുതല്. ഒനിയില് ആ ഹൗസിന്റെ ഉള്ളിൽ ഒന്നും ചെയ്യാത്ത ആളുകളെ കൂട്ടത്തിൽ പെട്ട് തന്നെയാണ് എക്സാക്ട്ലി. ആ ഒനിയിലെ ഇഷ്യൂ ഉണ്ടായ സമയത്ത്, മസ്താനി ലക്ഷ്മി ഇഷ്യൂ ഉണ്ടായ സമയത്ത് കുറച്ച് മറ്റേ ഇയാള് സംസാരിച്ച പോലെ നമ്മളെ മറ്റേ ഡയറക്ടർ ഉണ്ടല്ലോ മസിൽ പിടിച്ചിരിക്കണേ രഞ്ജി പണിക്കരെ പോലെ 4 ഡയലോഗ് അടിച്ചു എന്നല്ലാതെ ഇപ്പൊ ടാസ്കിൽ നമ്മൾ ആ കുപ്പി ടാസ്ക് കണ്ടല്ലോ ഒനിയിൽ കാണിച്ചു കൂട്ടിയത് ഒന്നിനും വയ്യ ഒനിയിലെ. അപ്പൊ അതാണ് കൊളാക്കാൻ വേണ്ടിട്ടാണ് ഇറങ്ങി തിരിച്ചു. അല്ല വേറെ ഒന്നുമല്ല. പിന്നെ മൈൻഡ് ഗെയിമർ എന്നുള്ള ഒരു പേര് വരെ എല്ലാരും കൂടി തലയ്ക്ക് ഇട്ട് കൊടുത്തു. എന്ത് മൈൻഡ് ഗെയിമാണോ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണെങ്കിലും ഈ ഗിസേലിനും ആര്യനും കിട്ടിയ ഒരു ബൂസ്റ്റ് ഒന്നും വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടല്ലോ. അതും ഗിസേലിന് ഡയറക്റ്റ് ലാലേട്ടന് ഇട്ട് കൊടുക്കണേ. എന്താ ഗിസേലും പൊള്ളി രണ്ടാഴ്ചയായിട്ട് ഗെയിം ഡൗൺ ആവണം, ഡയറക്റ്റ് സാധനം ഇട്ട് കൊടുത്ത് മനസ്സിലായിട്ടുണ്ട്. നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സാധനത്തിന്റെ ജിസേൽ ആദ്യം നല്ല സൂപ്പർ ആയിരുന്നു. അല്ല ഡയറക്റ്റ് ക്ലൂ ആണ്. അല്ല ഗിസേല് ബുദ്ധിയുള്ള ആളാണ്, മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോ എന്താ ഉണ്ടാവും അറിയോ, ഇവര് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് പോകണ്ടാവും. ആര്യനും ഗിസേലും ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് നിന്ന് ശരിക്കും അവരെ ഗെയിമിന് നല്ല പോസിറ്റീവ് ആണ്. ഒരാൾ സപ്പോർട്ട് ചെയ്യാണ്ടാവുമ്പോ ഒന്നും കൂടി സുഖല്ലേ. അത് നല്ല രീതിയിൽ ഇവർ എന്ത് ചെയ്യുന്ന അറിയോ, മുതലെടുത്ത് തന്നെ അവർ കളിക്കും. അത് മിക്കവാറും ഇത്രയും ദിവസമായിട്ട് ഒരു ഡൗട്ട് ആയിരുന്നു. പുറത്തുനിന്ന് വന്നു പോയവരൊക്കെ ഇവരുടെ ഈ സാധനം പറയുമ്പോൾ ഇവർക്ക് സംശയമായിരുന്നു ഇത് നെഗാണോ പോസിറ്റീവ് ആണോ. ഇപ്പൊ പോസിറ്റീവ് ആണെന്ന് മനസ്സിലായതോട് കൂടിയിട്ട് ഇവർ ഈ സാധനം എന്ത് ചെയ്യുന്ന അറിയോ, മാറ്റി അടിച്ച് കളിക്കാൻ തുടങ്ങുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ആ രീതിക്ക് സ്കോർ ചെയ്യും അവര്, ഉറപ്പിച്ചാണ്. അവരെ ഒട്ടാൻ കുറച്ച് ആൾക്കാർ ചെല്ലും. ആരെ ഗിസേലിനെ ആരെയും ഒട്ടാൻ പോകുന്ന ആൾക്കാരെ അക്ബർ പോവും, പിന്നി പോവും, പിന്നെ ആദ്യം ഓടും, പിന്നെ ആദ്യം അവിടെ പോയി ഒട്ടിക്കോളും. പിന്നെ അല്ലെങ്കിൽ കൺഫ്യൂഷനിലാണ് ആരെടുത്ത് ഒട്ടണം അറിയാം. ശരിക്കും പിന്നെ പെടും. ഇപ്പൊ അടുത്ത ആഴ്ച ബിന്നിക്ക് ഫാമിലി റൗണ്ടിൽ ഒരാഴ്ച വീട്ടുകാരവിടെ നിൽക്കും. പിന്നെ ശരിക്കും ട്രാപ്പാണ്, ഗെയിമൊന്നും നടക്കൂലോ. പിന്നെ ആ കുടുങ്ങിയ അവസ്ഥയൊക്കെയാവും കാര്യങ്ങൾ പോണത്. സാധാരണ ഒരാഴ്ചക്ക് ഫാമിലി വന്നു നിന്നാലേ ഭയങ്കര സീനായിരിക്കും. ഒരാഴ്ച അങ്ങോട്ട് പോവും. അതെ, ആ ഒരാഴ്ച നല്ല കുട്ടിയാവും വേണ്ടി വരും. വീട്ടുകാരും അടിണ്ടാക്കാൻ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. നല്ല സീനുണ്ട് അവിടെ ഉള്ളത്. അനീഷൊക്കെയാണ് ചിലപ്പോ പിന്നീട് ഹസ്ബൻഡിനായിട്ട് അടി ഉണ്ടാക്കും. ഹസ്ബൻഡ് ആണ് പോണെന്നുണ്ടെങ്കിൽ മൂപ്പരായിട്ട് അടി ഉണ്ടാക്കും ചിലപ്പോ. ഒന്നും പറയാൻ പറ്റൂല. പിന്നെന്താ പറയാ, അവരെ കളിക്കാം. ഇപ്പൊ ബിന്നിക്ക് ഹസ്ബൻഡ് ആണ് പോണെന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് അവിടെ പോയി മെയിൻ ആവാം.
അവിടെ പോയിട്ട് ഒരു കളിയൊക്കെ കളിക്കാം. കാരണം ഒരു വയൽക്കാട് വന്ന പോലെ തന്നെയല്ലേ പുറത്തുള്ള എല്ലാ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊടുത്തുവിട്ടുണ്ടാവും ചിലപ്പോ. ആലോചിക്കൂ, വയൽക്കാട് വന്നത് എത്ര 2-3 ആഴ്ച കഴിഞ്ഞിട്ടാ. ഇത് 60 ദിവസം കഴിഞ്ഞിട്ട് ഒരു വയൽക്കാട് പോലെയാണ് ഒരാൾ കേറുന്നേ. ഒരാഴ്ച അവിടെ നിക്കുമ്പോ ഈ ഇത്രയും ദിവസത്തെ സാധനങ്ങൾ അയാളെ കയ്യിൽ ഗെയിം കുറച്ച് കഴിവുള്ള ആളാണ്. മൊത്തം വീടും തിരിച്ചിട്ട് ബിന്നീനെ ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും അയാൾക്ക് വേറെ കളി ലിസ്റ്റ് ചെയ്ത് പോരാൻ പറ്റുന്ന ഐറ്റം ആയിരിക്കും. അറിയില്ല, കേറുന്ന ആളെ ബ്രില്യൻസിനനുസരിച്ചുണ്ടാവും. പിന്നെ ഒരാഴ്ച നിർത്തും. പിന്നെ കാർഡ് കയ്യിലില്ലേ, ഫാമിലി സാധനം കയ്യിലുണ്ടല്ലോ, അത് നിർത്തായിരിക്കൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോ അടുത്ത ആഴ്ച ഫാമിലികൾ വരുമ്പോ അറിയാം നമുക്ക് അല്ലേ ആരൊക്കെ ഏകദേശം ഒക്കെ പൊളിയും. എല്ലാരും എല്ലാ കാര്യങ്ങളും പുറത്തുള്ള ഏകദേശം ഒരു ഐഡിയ. ആഴ്ച പിന്നെ ഈ ഫാമിലി റൗണ്ടായിട്ട് പിന്നെ ഫുള്ള് മൂവ് ചെയ്യും. അതിന്റെ ഇടയിൽ ടാസ്ക് ഒക്കെ ഒന്നും അറിയൂല. ഫാമിലി റൗണ്ട് ഒക്കെ വന്നാ പിന്നെ കൊറേ ദിവസം പാസും സന്തോഷവും സ്നേഹവും. കോടതി ടാസ്ക് ഒന്നും ഇല്ല പോലെ പ്രാവശ്യം ഉണ്ടാവും. കോടതി ടാസ്ക് ഒക്കെ വരുമായിരിക്കും. കോടതിയും പൊളിക്കല്ല ഉറപ്പല്ലേ, കോടതിയും പൊളിക്കും. ഓർഡർ ഓടേണ്ടി വരും. ബിഗ് ബോസ് ക്യാമറ വെച്ച് ഓടേണ്ടി വരും. അമ്മാതി ഐറ്റായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒന്നുമില്ല, എവിക്ഷനും ഇല്ല, ആരുമില്ല, ഒന്നുമില്ല. ലാലേട്ടൻ ഹാപ്പി മൂഡിലായതുകൊണ്ട് അല്ലേ. നാളെ ഇപ്പൊ അഭിലാഷും ജിഷിനും അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. കേട് നമുക്ക് എനിക്ക് പേഴ്സണലി ജിഷും പോകരുതെന്നാണ്. ജിഷിൻ നിക്കണമെന്നുണ്ടായിരുന്നു. അയാള് ഫണ്ണായിരുന്നു. പക്ഷെ എന്താ അറിയോ, ജിഷിന് വേറെ സ്കീമുണ്ട്. ജിഷിൻ കംപ്ലീറ്റ്ലി ഷാനവാസിന്റെ അടുത്തൊരു സ്റ്റോറി ലൈനാണ്. ഈ ബിഗ് ബോസ് യൂണിവേഴ്സിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റോറി ലൈൻ ഉള്ളത് ഷാനവാസിനാണ്. ഷാനവാസ് ജിഷിൻ, ഷാനവാസ് ആദില നൂറ, ഷാനവാസ് അനീഷ്, ഷാനവാസ് അക്ബർ. എത്ര ലൈനാണ് അയക്കില്ലേ. ഈ ജിഷിന് എന്താ അറിയോ, ഈ ജിഷിന് ഭയങ്കര ഒരു കുട്ടിത്തുള്ള മനുഷ്യനായിട്ട് എനിക്ക് നമ്മൾ ആദ്യം എക്സ്പെക്ട് ചെയ്ത് ഭയങ്കര ചൂടനാവും ഉദ്ദേശിക്കാനോ, പക്ഷെ ചൂടവിടെയാണ് നല്ല രസമുണ്ട്. അയാൾ ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് രസമുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭയങ്കര സന്തോഷം. അത് പറഞ്ഞില്ലേ അയാൾക്ക് സങ്കടവും ദേഷ്യവും പ്രശ്നം. ഈ പഴയ തറവാട്ടിലെ മറ്റേ മാടമ്പികള് പൊക്കി പറഞ്ഞ അതില് വീടെന്ന് പറയുന്നത് കുട്ടിത്തരം ഉണ്ടായിരുന്നു. നിഷ്കളങ്കത ഉണ്ട് എപ്പോഴും. ഞാൻ മണ്ടങ്കാട് ആദ്യം പറഞ്ഞത് വയൽക്കാടിന് പറയും. ഇപ്പൊ മാറ്റാം. ഞാൻ അയാളൊക്കെ ഈ പുറത്തുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോ അയാളൊക്കെ ഒരു ജഗപോക ആളാന്നൊക്കെ പൊട്ടിത്തെറിച്ചൊക്കെ വരുന്നുണ്ടപ്പോഴാണ് ബാഹുബലിന് പ്രഭാസ് ഇരിക്കണം അതിനെ നിലത്തിരുന്നത്. അല്ല ഒന്നും പറയണ്ട, എനിക്ക് ചോറ് വേണ്ട, ചോറ് വേണ്ട, ചോറ് വേണ്ട, വേണ്ട ഞാൻ കഴിക്കില്ല, നിക്കറ തെറ്റിപ്പോയിരിക്കൊക്കെ ചെയ്യണം. അപ്പൊ ഓക്കെ ഗൈസ് അല്ലേ, ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞ് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. അതിലൊന്നും പറയാനുണ്ടായിരുന്നില്ല. അതെ, ഞങ്ങൾ അതുകാട് ഇപ്പൊ സ്നേഹനെ എവിക്റ്റ് ചെയ്യണം നോമിനേഷനിൽ ഇട്ടത്. അല്ല വേറെ വഴിയില്ല. ഇപ്പൊ ഇതിനകത്ത് ബിഗ് ബോസ് കളിക്കാം. കണ്ടസ്റ്റൻസ് ഒന്നും ചെയ്യാത്തോണ്ട് ലാലേട്ടനും തന്നെയോ അവസ്ഥ. വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമയം നീട്ടി പോണ്ടേ. അപ്പൊ നിങ്ങൾ ആരും മറക്കരുത്, ഞങ്ങളെ ഈ ആഴ്ചത്തെ നോമിനേഷൻ സ്നേഹയാണ്. വോട്ട് ചെയ്യരുത്, വോട്ട് ചെയ്യണം. നിങ്ങളൊരു ഇമ്മ്യൂണിറ്റി പവറും കൊടുക്കരുത്, ഒന്നും കൊടുക്കരുത്. നാളത്തെ വീഡിയോയിൽ ഇപ്പോൾ വേണോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് സ്നേഹം വേണമെന്നാണെങ്കിൽ സ്നേഹ പച്ചട്ടിക്ക്, സ്നേഹം വേണ്ടെന്നാണെങ്കിൽ സ്നേഹ റെഡ് ക്രോസ്. ഞാൻ കമന്റ് ഫുള്ള് ഉണ്ടു. സ്നേഹനെ ചവിട്ടി പുറത്താക്കാനാണെങ്കിൽ നാളെ തന്നെ നിങ്ങൾ പുറത്തായി എവിക്റ്റ് ചെയ്യും. അഭിപ്രായം ഞങ്ങൾ സ്നേഹനെ എവിക്റ്റ് ചെയ്യും. കാശ് കൊടുത്ത ആളിറക്കും. എനിക്ക് തോന്നുന്നു PR പുറത്ത് നടത്തുന്നുണ്ടോന്ന് എനിക്ക് ഡൗട്ട്. അനിമോൾ PR വിളിക്കും. അതെ, കുറച്ച് ഓട്ടിക്ക് വേണം കമന്റ് ബോക്സിൽ. അല്ല മറ്റേ അനിമോൾ പറഞ്ഞാൽ എന്റെ ഫോട്ടോ നേരെ ടിക്കറ്റ് എടുത്ത് പറയുമ്പോൾ സാധനം കയറും. അനിമോള് വേറെ സാധനം ഉണ്ടായിരുന്നു. അനിമോളായിട്ട് ഷാനവാസിനോട് ഇരുന്നിട്ട് ഇങ്ങനെ കടന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് PR ഒന്നുമില്ല, ഞാൻ എന്റെ വീട്ടിന്റെ അടുത്തുള്ള മാമന്റെ മോന്റെ ഫോണും കൊടുത്തു പോകുന്നു. നമുക്കറിയാം മാമന്റെ മോനാരാന്നുള്ളത്, ഞങ്ങൾക്കറിയാം മാമന്റെ മോനാരാന്നുള്ളത്. അതെ, മാമന്റെ മോൻ പല സ്ഥലത്തും സ്കോർ ചെയ്യുന്നു. മാമന്റെ മോൻ പരക്കും മാമന്റെ മോനെ ഞങ്ങള് റിവീൽ ചെയ്യും. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ടൈം ആവട്ടെ, ഫാമിലി റൗണ്ട് ഒക്കെ ഒന്ന് കഴിയട്ടെ. മാമന്റെ മോനെ എന്തായാലും ഫാമിലി റൗണ്ടിൽ വിളിക്കല്ലേ, കാരണം മാമന്റെ മോനല്ലേ. പറ്റില്ല വേറെ കുറെ പണിയിലാണ് അയാള്. മാമന്റെ മോന് വേറെയും ജോലികളുണ്ട്, വേറെയും മാമന്റെ മക്കളാണ് മൂപ്പര്. അപ്പൊ പിന്നെ അതെ, നടക്കില്ല. എല്ലാത്തിനും മാമൻ, ഒരുപാട് മക്കളും. അല്ല പണ്ട് അയാളേ
ശരിക്കും ഒരു മാമയുടെ മോനായിരുന്നു കഴിഞ്ഞ കൊല്ലം. ഒരു റിയൽ മാമ. അത് പുറത്ത് കിടന്നു വല്ലാത്തൊരു മോനായതുകൊണ്ട് അത് മാമ കുറച്ച് കൂടി പോയോണ്ട് ആ മോൻ ഇട്ടിട്ട് പോയി മാമേനെ. ആ കുട്ടി മാമ, ഞെട്ടി മാമ. അപ്പൊ ഓക്കെ ഗൈസ്, ഞങ്ങൾ നിർത്താണ്. സ്നേഹയ്ക്ക് നോറ മുസ്കാന്റെ കോള് വരുന്നത്, ഞങ്ങള് നിർത്താട്ടോ.